ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ വളരെ സജീവമാവുകയാണ്. ക്ലബ്ബുകളെല്ലാവരും തന്നെ തങ്ങളുടെ പോരായ്മകൾ നികത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മികച്ച ട്രാൻസ്ഫറുകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം മാർക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച ക്ലബ്ബുകളുടെ ഒരു ലിസ്റ്റാണ് അവർ പുറത്തു വിട്ടിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് ചെൽസിയാണ്. 243.77 മില്യൺ യൂറോയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. പതിവ് പോലെ ചെൽസി ഇത്തവണയും കൂടുതൽ പണം വാരിയെറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ജോവോ പെഡ്രോയെ അവർ എത്തിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം സ്ഥാനത്ത് ലിവർപൂൾ ആണ് വരുന്നത്. 213.68 മില്യൺ യൂറോ ലിവർപൂൾ ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഭൂരിഭാഗവും ചിലവഴിച്ചിട്ടുള്ളത് ഫ്ലോറിയാൻ വിഡ്സിന് വേണ്ടിയാണ്. 150 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് വിഡ്സിനെ ലിവർപൂൾ സ്വന്തമാക്കിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ആണ് വരുന്നത്. 131.2 മില്യൺ യൂറോ റയൽ ചിലവഴിച്ചിട്ടുണ്ട്. ഡീൻ ഹുയ്സനെ അവർ സ്വന്തമാക്കി. ട്രെൻഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെൻഡിന് വേണ്ടി ചെറിയ തുകയാണ് ചിലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയെ കൊണ്ടുവന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തവണത്തെ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായിക്കൊണ്ടാണ് റയൽ ഇടപെടുന്നത്. ഇനി നാലാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നു. 130.7 മില്യൺ യൂറോയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. റയാൻ ചെർക്കിയെ പോലെയുള്ള താരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അഞ്ചാം സ്ഥാനത്ത് ബ്രൈറ്റൺ വരുന്നു, 80 മില്യൺ യൂറോ. പിന്നീട് അറ്റ്ലാന്റ വരുന്നു, 78.80 മില്യൺ യൂറോ. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നു, 78.20 മില്യൺ യൂറോ. പിന്നീട് യുവന്റസ് ആണ് വരുന്നത്, 73.90 മില്യൺ യൂറോ. പിന്നീട് സണ്ടർലാൻഡ് 71.50 മില്യൺ യൂറോ. പിന്നീട് ടോട്ടൻഹാം വരുന്നു, 71 മില്യൺ യൂറോ. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ചെൽസി തന്നെയാണ് ഇപ്പോൾ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ ജാലകം അടക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇനിയും മികച്ച ട്രാൻസ്ഫറുകൾ നടന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.